ഹലോ, ധന്യസ് കിച്ചൻ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചോറ് വെച്ച് ഒരു വൈകുന്നേരം ചായക്കടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു ട്രഡീഷണൽ ചായക്കടിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ഞാനിവിടെ അരമുറി തേങ്ങ ചിരവിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി ഞാനൊരു 10-15 അല്ലിയോളം ഇതുപോലെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇനി ഒരു ബൗൾ നിറയെ അരിപ്പൊടിയാണ് കേട്ടോ. പൊടിച്ച് വറുത്ത അരിപ്പൊടിയും പിന്നെ ഉച്ചയ്ക്ക് വെച്ച ചോറാണ് കേട്ടോ ഇത്. അത് ബ്രൗൺ റൈസിൻ്റെ ചോറാണേ. അത് ഞാനൊരു 1/2 ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. പൊടിക്കുന്ന ജാറാണ്. ഇതിലേക്ക് 1/2 സ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചെറിയ ഉള്ളി, തേങ്ങ ഇതും കൂടെ ഇട്ട് നന്നായിട്ട് ഇതിനൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങയുടെ ആ കറുത്ത ഭാഗങ്ങളൊന്നും കൂടുതൽ എടുക്കരുത്. നന്നായിട്ടൊന്ന് ഇതിനൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുക. ഇത് ഞാനൊരു കടായിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കടായി തന്നെ വേണമെന്നില്ല, ഇതുപോലെ ഒരു കട്ടിയുള്ള ഒരു പാത്രം, നമ്മൾക്ക് കുഴയ്ക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം ആയാൽ മതി. അപ്പോൾ ഞാൻ ഈ തേങ്ങ ഒതുക്കിയെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതേ മിക്സിയുടെ ജാറിൽ തന്നെ ചോറ് എടുത്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇത് തലേ ദിവസത്തെ ചോറല്ല, വൈകുന്നേരം ചായക്കടിക്ക് വേണ്ടിയിട്ടാണ്. ഉച്ചയ്ക്ക് വെച്ച ചോറാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടാറിയ ശേഷം എടുക്കാവൂ. ഇതും കൂടെ ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്ത് വരാം. അപ്പോൾ പൊടിക്കുന്ന ജാറിലാവുമ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് അരഞ്ഞ് കിട്ടും കേട്ടോ. ചെറിയ ചെറിയ തരികൾ ഉണ്ടായാലൊന്നും പേടിക്കേണ്ട, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ ഒരു സ്പൂൺ വെച്ച് എടുത്ത് ആ പാത്രത്തിലേക്ക് ഇതുപോലെ നേരത്തെ ഇട്ട് കൊടുത്ത അതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് 1/2 സ്പൂണോളം ഉപ്പാണ്. ഉപ്പിട്ട് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് അരിപ്പൊടി, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അരിപ്പൊടി, ഈ ബൗളിന് പകരം ഗ്ലാസ് കണക്കെടുത്താലും മതി കേട്ടോ. അപ്പോൾ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി കൈ വെച്ച് നന്നായിട്ട് ഇതിനെ കുഴച്ചെടുത്ത് വരാം. സാധാരണ ഇത് വെളിച്ചെണ്ണപ്പത്തിരി, എണ്ണപ്പത്തിരി എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഇത് മലബാർ സൈഡിലുള്ളൊരു വൈകുന്നേര ചായക്കടിയാണ് കേട്ടോ. അവിടുത്തെ പ്രത്യേകിച്ച് പൊന്നാനി സൈഡിലൊക്കെ എല്ലാ തട്ടുകടകളിലും ഇത് കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതിനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും കുഴച്ചെടുക്കുന്നത് സാധാരണ ചൂടുവെള്ളത്തിൽ, തിളച്ച വെള്ളത്തിലാണ്. ഞാനിപ്പോൾ ഇവിടെ ചോറ് വെച്ചിട്ടായതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് വെള്ളമൊന്നും തിളപ്പിക്കാതെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് കയ്യിലിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. വെള്ളമൊന്നും ചൂടാക്കാതെ തന്നെ നമ്മൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. ഇനി കൈ കൊണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു കട്ടിംഗ് ബോർഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൽ കുറച്ച് പൊടി ഇങ്ങനെ തൂവി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് ഒത്തിരി പണിയൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതുള്ളൂ. നല്ല ഷേപ്പിൽ മുറിച്ചെടുക്കാതെ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ 2 സൈഡ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത്, പിന്നെ ഈ സൈഡൊക്കെ ഉണ്ടല്ലോ ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 രീതിയിൽ ഇതിനെ ഇങ്ങനെ ഷേപ്പാക്കി എടുക്കാം. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ തിരിച്ചെടുക്കാം. അതല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ ഒന്നിങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഷേപ്പിലായിട്ടാണ് കിട്ടുക. അപ്പോൾ കണ്ടോ, നല്ല ഷേപ്പാണ്. കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര രുചിയാണ് കേട്ടോ ഇത്. ഈ ഒരു ഷേപ്പിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല ഷേപ്പാണ്. ഇനി കയ്യിൽ ഇതുപോലെ വെച്ചിട്ടും നമുക്ക് ഷേപ്പാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. കയ്യിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ താഴെ പൊടിയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വൈകുന്നേരം ചായക്കടി എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ തന്നെ ഉരുട്ടി ഷേപ്പാക്കി എടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഷേപ്പാക്കി എടുക്കുക. ഒത്തിരി പണിയൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബാക്കിയും കൂടെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഷേപ്പാക്കി എടുക്കണം. ഇത്ര പണിയേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടെ ഷേപ്പിൽ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. 2 രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തിളച്ച വെള്ളത്തിൽ പൊടിയിട്ടിട്ടും അതല്ലാതെ ചോറ് ചേർത്തിട്ടും. നമുക്ക് കുറച്ചുകൂടി എളുപ്പം ചോറ് ചേർത്തിട്ടാണ്. അപ്പോൾ ഞാനിതാ ഇത്രയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു ദോശത്തവയിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ, ചുട്ടെടുക്കുന്നത്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. നല്ല ചൂടായി കിടക്കുന്ന ദോശത്തവയാണ്. ഇതിലേക്ക് ഞാൻ ഈ പത്തിരികളുണ്ടല്ലോ, നല്ല കട്ടിപ്പത്തിരിയാണ്, അത് ഇതുപോലെ ഇട്ട് കൊടുക്കണം. നല്ല ഷേപ്പിലാണ് ഇരിക്കുക കേട്ടോ. നമ്മൾക്ക് സാധാരണ ബോട്ടിലിൻ്റെ മൂടിയൊക്കെ വെച്ചിട്ടൊക്കെ ഷേപ്പ് ചെയ്തെടുക്കുക, അതൊന്നും ഇല്ലാതെ തന്നെ ഇതുപോലെ വളരെ ഭംഗിയായിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊരു ട്രഡീഷണൽ റെസിപ്പിയാണ്. നമ്മൾ കുറച്ച് എളുപ്പത്തിനായിട്ട് ചോറ് വെച്ച് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന വരെ
ഇതുപോലെ വളരെ കുറഞ്ഞ തീയിലിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു സൈഡൊക്കെ നന്നായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളിലൊക്കെ നല്ലോണം കുക്കായിട്ട് വരണം. നമുക്ക് ശരിക്കും അത് അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. നല്ല മണമാണ് കേട്ടോ. ചെറിയ ജീരകം പിന്നെ തേങ്ങയും വെളിച്ചെണ്ണയും എല്ലാം കൂടെ ഇങ്ങനെ ആ മൂത്ത് വരുന്നൊരു മണമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും രുചിയാണ് ഇതിന് കഴിക്കാൻ വേണ്ടി. അപ്പോൾ അതാ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ മുക്കി പൊരിച്ചും നമുക്കിതുപോലെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ചും കൂടി എളുപ്പത്തിനായിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് വേകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. തീ വളരെ കുറച്ച് വെച്ച് കൊടുക്കണം, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതാ ഇത് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഇതിങ്ങനെ വെന്ത് വരുന്നത് അതൊരു പ്രത്യേക രുചിയും മണമൊക്കെയാണ്. വേഗം തന്നെ ഇതെല്ലാം നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇനി ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ് കേട്ടോ. നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് സൈഡൊക്കെ. ഒരു കട്ടൻ ചായയുടെ കൂടെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു വൈകുന്നേര ചായക്കടിയാണ് ഈ പൊരിച്ച പത്തിരി, വെളിച്ചെണ്ണ പത്തിരി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമാവും, പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും. നമ്മൾക്കിത് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കുകയോ ഓഫീസിലേക്ക് നമുക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം കേട്ടോ. ഉള്ളിലൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് കുക്കായിട്ടില്ലെങ്കിൽ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ വേകാത്ത പൊടി പോലെ കിടക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള വെളിച്ചെണ്ണ പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.